ഈ വീഡിയോയിൽ നമുക്ക് ഈ ഫ്ലാറ്റ് കണ്ടെയ്നറൊക്കെ കയറ്റുമല്ലോ. ഇത് ഫ്ലാറ്റ് ബോഡിയാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടെയ്നറൊക്കെ കയറ്റി വെക്കാം. അപ്പോൾ കണ്ടെയ്നർ കയറ്റി വെക്കുമ്പോൾ അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയായിട്ട് ചെയ്യണമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് കാണണേ. നിങ്ങൾക്ക് ഇത് തുടക്കക്കാർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് 40 ഫുട്ട് കണ്ടെയ്നർ നമ്മൾ വെക്കുകയാണെങ്കിൽ 4 ലോക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഒന്ന് ഈ ഭാഗത്ത്, പിന്നെ ഒന്ന് ഈ ഭാഗത്ത്, പിന്നെ 2 എണ്ണം ഈ ഭാഗത്ത്. 40 ഫിറ്റിൻ്റെ ആണെങ്കിൽ ഇവിടെ അതുപോലെ അപ്പുറത്തും. പിന്നെ അതുപോലെ 20ൻ്റെ ആണെങ്കിൽ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് വേറെ. അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 ഫീറ്റ് കണ്ടെയ്നർ ആണെങ്കിൽ നമുക്ക് ഇവിടെ അത് ഫിറ്റ് ചെയ്യാം. ഈ ഭാഗത്തുണ്ട് ലോക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലോക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പം 40 ഫുട്ടാണ്. ഓക്കെ, നീളം. പിന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഉയരം ഏകദേശം 2.9 മീറ്റർ ഉണ്ട് ഉയരം. അപ്പോൾ ഇതിൻ്റെ ലോക്കിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഈ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ലോക്ക് ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ട്. അടിയിൽ നമ്മൾ ഇങ്ങനെ കറക്കി ഇങ്ങനെ അത് ഫ്രീ ആക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിത്തറ വീഴത്തില്ല. പിന്നെ പകുതിയാണ് നമ്മൾ വെക്കുന്നെങ്കിൽ 20 ഫീറ്റിൻ്റെ ആണെങ്കിൽ ഇവിടെയും ലോക്കുണ്ട്. അതുപോലെ ബാക്കിൽ 3 ടയറിൽ 6 ടയറിലേക്ക് വെയിറ്റ് കൊടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ലോക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടുന്ന് കറക്കി ഒക്കെ അകത്ത് ലോക്ക് ശരിയായിട്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നെ മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ 4 ലോക്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. അതുപോലെ വലുതിൻ്റെ ആണെങ്കിൽ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.